അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പൂർണ്ണമായ ഇജ്മാ ഉള്ള ഒരു കാര്യമാണ് മുഅ്മിനീങ്ങൾ നാളെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുമെന്നുള്ളത്. ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ നിഅമത്ത് നിറഞ്ഞ ഏറ്റവും വലിയ നിഅമത്താണ് അല്ലാഹുവിനെ കാണുക എന്നുള്ളത്. ഒരുപാട് തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം അല്ലാഹു തആല പറയുന്നു, വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്നേ ദിവസം ചില മുഖങ്ങൾ പ്രകാശപൂരിതമായിരിക്കും, തിളങ്ങുന്നുണ്ടായിരിക്കും അവരുടെ റബ്ബിലേക്കുള്ള നോട്ടം കൊണ്ട്, അവരുടെ റബ്ബിനെ കാണുന്നത് കൊണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്തിനെ പറഞ്ഞു, നാദിറത്തുൻ ഹസന, നല്ല തിളക്കമായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, അവരുടെ റബ്ബിലേക്കുള്ള നോട്ടം കാരണം. നാദിറത്തു ഇലൽ ഖാലിഖ്, സൃഷ്ടാവായ റബ്ബിലേക്കുള്ള നോട്ടം. അതുപോലെ തന്നെ ഇക്രിമ റഹ്മഹുല്ലാഹ് പറയുന്നു, നാദിറത്തുൻ മിനൻ നഈം ഇലാ റബ്ബിഹാ നാദിറത്തുൻ നദറ ഇലല്ലാഹി നദറ. അള്ളാഹുവിലേക്കുള്ള നോട്ടം പറഞ്ഞാൽ ആ നോട്ടത്തിന് കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള ആ തിളക്കം ഓരോരുത്തർക്കും ഉണ്ടാകും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലില്ലദീന അഹ്സനൂ അൽ ഹുസ്ന വ സിയാദ. ഈ ലോകത്തെ ഇഹ്സാൻ ചെയ്യുന്നവർ അവർക്ക് എന്തുണ്ട്? ഹുസ്ന അഥവാ അൽ ജന്ന വ സിയാദ, അവിടെ കൂടുതലായിട്ടുള്ള കാര്യമുണ്ട്. അതിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അന്നവറു ഇലാ വജ്ഹില്ലാഹിൽ കരീം, അല്ലാഹുവിന്റെ മുഖത്തേക്കുള്ള നോട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് അല്ലാഹുവിന്റെ മുഖത്തേക്കുള്ള നോട്ടം. അതുപോലെ തന്നെ സൂറത്തുൽ ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന, അവർ ആഗ്രഹിക്കുന്നത് എല്ലാം ഉണ്ടാകും, അധികമായിട്ടും അവർക്കുണ്ടാകും എന്നുള്ളത്. ആ അധികമായിട്ടുള്ള കാര്യം മുഫസ്സിരീങ്ങൾ പറയുന്നു, വന്നളറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള നോട്ടമാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഒരുപാട് ആലോചിക്കേണ്ട, ഒരുപാട് ആഗ്രഹിക്കേണ്ട കാര്യമാണ് നമ്മുടെ റബ്ബിലേക്കുള്ള നോട്ടം. കാരണം ഏറ്റവും വലിയ നിഅമത്ത്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന് ലഭിക്കുന്ന ആസ്വാദനമോ സന്തോഷമോ അനുഗ്രഹമോ ഇല്ല. അല്ലാഹുവിനെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണുക എന്നതിന്റെ അപ്പുറത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ജരീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, കുന്നാ ഇൻദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. ഒരു ദിവസം രാത്രി, ചാന്ദ്രിക മാസം 14-ാം ദിവസം, ലൈലത്തുൽ ബദർ എന്ന് പറയുന്ന പൂർണ്ണ നിലാവുള്ള രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഞങ്ങൾ നിൽക്കുക. ഫനവറ ഇലൽ ഖമരി ലൈലത യഅനി വൽ ബദർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനിലേക്ക് നോക്കി, പൂർണ്ണ ചന്ദ്രനിലേക്ക് നോക്കി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറയാണ്, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമർ ലാ തുദാമൂന ഫീ റുയതി. ഈ ചന്ദ്രനെ നിങ്ങൾ കാണുന്നില്ലേ? വളരെ വ്യക്തമായിട്ട്, വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കി നിന്ന് പോകാറില്ലേ? അതുപോലെ ഒരു തടസ്സമോ ഒരു ദോഷമോ ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. റബ്ബിനെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. മറ്റൊരു മഹത്താരമായ ഒരു ഹദീസ് ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന. സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, സ്വർഗാവകാശികൾ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, യഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദകും. നിങ്ങൾ അധികമായിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആരോടെ ഈ ചോദിക്കുന്നതെന്ന് അറിയോ? സ്വർഗത്തിൽ കടന്ന ആളുകളോട് ചോദിക്കുക. എന്താ സ്വർഗം എന്ന് പറഞ്ഞ? മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുണ്ട്, മാ അദ്നാ അഹ്ലിൽ ജന്നതി മൻസില. അല്ലാഹ്, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥാനം പറഞ്ഞത് എന്താ? സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥാനം എന്താണ്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹുവ റജുലുൻ യജീഉ ബഅദമാ ഉദ്ഖില അഹ്ലുൽ ജന്നത്തിൽ ജന്ന. സ്വർഗാവകാശികൾ എല്ലാം സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് അവസാനമായിട്ട് സ്വർഗത്തിലേക്ക് വരുന്ന ഒരാൾക്ക്, അയാൾക്കുള്ളതാണ്. അയാൾ വരുമ്പോ അയാളോട് പറയും, ഉദ്ഖിലുൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പോരിക്കും. അപ്പോ അയാൾ പറയും, അയ്യ റബ്ബി കൈഫ, റബ്ബേ എങ്ങനെ ഞാൻ കയറാം? വഖദ് നസല അന്നാസു മനാസിലഹും വഅഖദു അഖദാതിഹിം. സ്വർഗാവകാശികളൊക്കെ സ്വർഗത്തിൽ കയറി, അവരുടെ കാര്യങ്ങളൊക്കെ അവരെടുത്തു. ഇനി എനിക്കെന്താ അവിടെ ഉള്ളത്? ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ പോവുക? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമയോട് ചോദിക്കണം, അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന അടിമയോട് ചോദിക്കുകയാണ്, അതർലാ അയ്യകൂന ലക മിസ്ല മുൽകി മലികിൻ മിൻ മുലൂകിദ് ദുനിയ. ദുനിയാവിലെ രാജാവിന്, ഒരു വലിയ രാജാവിനുള്ള അത്ര അധികാരവും ആധിപത്യം മുൽക്കും നിനക്കുണ്ടായാൽ നിനക്ക് തൃപ്തിയാവുമോ?
അയാൾ പറഞ്ഞു റളീതു റബ്ബി, എനിക്ക് എന്താ എനിക്കത് മതി, ഞാൻ തൃപ്തിപ്പെട്ടു, എനിക്ക് അത്ര മതി. അപ്പൊ അല്ലാഹു തആല ലക അത് നിനക്കുണ്ടാവും, അത് നിനക്കുണ്ടാവും. പക്ഷെ അല്ലാഹു പറഞ്ഞു വമിസ്ലുഹു 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 വമിസ്ലുഹു, അതേപോലെ തന്നെ 4 ഇരട്ടി നിനക്കുണ്ടാവും. 5ാമത് പറയുമ്പോഴേക്കും അയാൾ പറയും റളീതു റബ്ബി, റബ്ബേ മതി, ഞാൻ തൃപ്തിപ്പെട്ടു. ഒരു രാജാവിന്റെ ആധിപത്യം അതിന്റെ 4 ഇരട്ടി 5ാമത് പറയുമ്പോഴത്തേക്കും റബ്ബേ എനിക്ക് മതി പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിർത്തൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയും ഹാദാ ലക, അത് നിനക്കുണ്ട്. വഅശറതു അംസാലി, അതിന്റെ 10 ഇരട്ടിയുണ്ട് നിനക്ക്. വലക മസ്തഹത് നഫ്സുക വലദ്ദത ഐനുക, നീ നിനക്ക് എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം അവിടെ ഉണ്ടാവും. നിന്റെ കണ്ണിന് എന്തൊക്കെ കുളിർമയേകുന്നുണ്ടോ അതെല്ലാം നിനക്കുണ്ടാകും. അയാൾ പറയും റളീതു റബ്ബി, റബ്ബേ ഞാൻ തൃപ്തിപ്പെട്ടു. സ്വർഗത്തിൽ അവസാനം കിടക്കുന്ന ആളുകൾക്ക് ഇത് കേട്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ് റബ്ബി ഫഅലാഹും മൻസില, ഏറ്റവും ഉന്നതമായ അവസ്ഥ ഇപ്പൊ എന്താ ഉണ്ടാവുക? ഏറ്റവും താഴ്ന്ന എങ്ങനെയാണെങ്കിൽ ഉന്നതമായത് എന്താ ഉണ്ടാവുക? അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ഉലൈകല്ലദീന അറസ്തു ഖറാമതഹും ബിയദി വഖതബ്തു അലൈഹാ ഫലം തറ ഐനുൻ വലം തസ്മഅ ഉദ്നുൻ വലം യഖ്തുർ അലാ ഖൽബി ബശരി. അത് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഒരുക്കി വെച്ച സാധനങ്ങളുണ്ട്, അവർക്ക് കാര്യങ്ങളുണ്ട്. ഒരാളും കാണാത്തത് സീല് വെച്ച് മുദ്ര വെക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തിക്കാൻ കഴിയാത്ത അത്ര വലിയ കാര്യങ്ങൾ നാം അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയാം ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫീ ലഹും മിൻ ഖുർറത്തി അയ്ൻ, അവർക്കറിയില്ല അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്, അവർക്ക് കൺകുളിർമയേകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം ഈ സ്വർഗത്തിൽ കിടന്ന ആളുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് തുരീദൂന ശൈഅൻ അസീദകും, ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? ഇതിലും കൂടുതൽ എന്തെങ്കിലും വേണോ? അവരെ താഴ്ഭാഗത്ത് നോക്കുമ്പോൾ അരുവികൾ ഒഴുകുകയാണ്. മദ്യത്തിന്റെ, തേനിന്റെ, വെള്ളത്തിന്റെ, പാലിന്റെ, ആകാശത്ത് പറക്കുന്ന ഏത് പക്ഷിയും വിഭവമായിട്ട് അവരുടെ മുമ്പിൽ വരും. മുത്തിന്റെ കൊട്ടാരങ്ങളുണ്ട് അവർക്ക്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടത്തോടെ ഉണ്ടാക്കിയ വീടുകളുണ്ട് അവർക്ക്, കൺകുളിർമയേകുന്ന ഇടകളുണ്ട് അവർക്ക്, ആഗ്രഹിക്കുന്നൊക്കെ ലഭിക്കുന്നുണ്ട് അവർക്ക്. അവരോട് ചോദിക്കുകയാണ് ഇനി എന്തെങ്ങൾക്ക് സിയാദയായിട്ട് അധികമായിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ അവര് പറയും അലം തുബയ്യിൽ വുജൂഹന, സുബ്ഹാനല്ലാഹ്, ഇൻഷാ അല്ലാഹ് അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകുകയാണെങ്കിൽ നമ്മൾ പറയും, അവര് പറയും അലം തുബയ്യിൽ വുജൂഹന, ഹേ അല്ലാഹ് നീ ഞങ്ങളുടെ മുഖം പ്രകാശപൂരിതമാക്കി. കുഫാറുകൾ ഇരുണ്ടുപോയ സമയത്ത് ഞങ്ങളുടെ മുഖം തിളങ്ങുന്നുണ്ട്. ഞങ്ങൾ വുദൂഎടുത്തിന്റെ ഫലമായിട്ട് ഞങ്ങളുടെ മുഖം തിളങ്ങുന്നുണ്ട്, കൈകാലുകൾ തിളങ്ങുന്നുണ്ട്. അലം തുദ്ഖിൽനൽ ജന്ന വതുനജ്ജിനാ മിനൻ നാർ, നീ ഞങ്ങളെ ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ. എന്താ നരകം എന്ന് പറഞ്ഞാൽ കുഫാറുകൾ ആ സമയത്ത് എവിടെയെന്നറിയോ? ലഹും മിൻ ഫൗഖിഹിം ബുലലും മിനൻ നാർ വമിൻ തഹ്തിഹിം ബുലൽ, അവരുടെ മേലെ തീ കൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാവും, അവരുടെ താഴത്ത് തീ കൂടാരങ്ങളായിരിക്കും. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറൻ കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ വഗൈരിഹാ ലിയദൂഖുൽ അദാബ്, അവർ തൊലി കത്തി എരിയുമ്പോൾ വീണ്ടും വീണ്ടും തൊലി നൽകി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുഫാറുകൾ അവിടെ. മുഅ്മിനീങ്ങൾ പറയാം അല്ലാഹ് നീ ഞങ്ങളെ പ്രവേശിപ്പിച്ചു സ്വർഗത്തിൽ, ആ നരകത്തെ രക്ഷപ്പെടുത്തി. വല്ലാഹി അള്ളാഹുവിന്റെ ഔദാര്യമാണ് സഹോദരങ്ങളെ നമുക്ക് കിട്ടിയ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ. സ്വർഗാവകാശികൾ ആദ്യമായി സ്വർഗത്തിൽ പറയുന്ന വാക്കെന്താ? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, ഞങ്ങളെ ഹിദായത്തിലാക്കി അല്ലാഹ് നിനക്ക് സ്തുതി, നീ ആക്കിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തില്ലായിരുന്നു. അല്ലാഹു തആല പറഞ്ഞില്ലേ വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അല്ലാഹ് ഉണ്ടാക്കി തന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനോടുള്ള ഇഷ്ടം അല്ലാഹ് ഉണ്ടാക്കി തന്നതാണ്. കുഫറിനോടും ഫുസൂഖിനോടും ഇസ്യാനോടും ദൈവനിഷേധത്തിനോടും തെമ്മാടിത്തരത്തിനോടും അനുസരണക്കേടിനോടും വെറുപ്പുണ്ടാക്കി തന്നത് അല്ലാഹ്. അല്ലാഹ് തന്നാണ് ഹിദായത്ത്. അവര് പറയും ഇനി ഞങ്ങൾക്ക് എന്താ വേണ്ട? ഇതൊക്കെ തന്നിട്ട് ഇനി ഞങ്ങൾക്ക് എന്താ വേണ്ട? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ഫയക്ഷിഫുൽ ഹിജാബ്, അല്ലാഹുവിന് പ്രകാശത്തിന്റെ മറകളുണ്ട്. ആ മറകൾ നീക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹിലേക്ക് മുഅ്മിനീങ്ങൾ നോക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫമാ ഉതു ഷൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജൽ. അവർക്ക് ലഭിച്ച ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ? സ്വർഗം മുഴുവൻ ഉണ്ടല്ലോ, സ്വർഗം മുഴുവൻ.
ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം, അതിനേക്കാൾ എല്ലാം അവർക്ക് പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ വജിയിലേക്കുള്ള നോട്ടമായിരിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആ വജിയിലേക്ക് നോക്കാൻ നമുക്കും നമ്മൾ സ്നേഹിക്കുന്നവർക്കും നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ചുണ്ടാവട്ടെ. അതിന് അത്ര വലിയ ആസ്വാദനം വേറല്ല, അത്ര വലിയ ആസ്വാദനം വേറല്ല. സഹോദരങ്ങളെ, നമ്മൾ കാണും, ഇന്നക്കും സതറൗന റബ്ബക്കും ബിഇയാന. നമ്മൾ നമ്മുടെ റബ്ബിനെ കാണും, സ്വർഗത്തിലെ കാണും. ഈ വിഷയം പറയാൻ പറ്റുമെന്നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ച എന്നെ കൊണ്ട് സാധിക്കില്ലല്ലോ അല്ലാതെ പറയാം. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുക എന്നുള്ളത് ദുനിയാവില് എന്തൊക്കെ ലഭിച്ചാലും അതിനേക്കാളെല്ലാം, സ്വർഗത്തിൽ എന്തൊക്കെ ലഭിച്ചാലും അതിനേക്കാളെല്ലാം വലുതാണ് അള്ളാഹുവിലേക്കുള്ള നോട്ടം. നമ്മൾ ആഗ്രഹിക്കണം. അടുത്തത് ആ നോട്ടത്തെ നമുക്ക് സാധ്യമാക്കുന്ന കാര്യങ്ങൾ, ആ നോട്ടത്തെ സാധ്യമാക്കുന്ന കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ദുആ. ആ ദുആയിലെ ഒരു ഭാഗത്തിലെ വാക്ക് എന്താണെന്നറിയോ? വഅസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക والشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة. يا الله وأسألك, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക്, നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ള അതിയായ ആസ്വാദനത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വശൗഖ ഇലാ ലിഖായിക്, നിന്നെ കാണാനുള്ള അതിയായ ആഗ്രഹത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. നാളെ പരലോകത്തെ ഏറ്റവും വലിയ ആനന്ദവും ആസ്വാദനവും അള്ളാഹുവിന്റെ മുഖത്തേക്കുള്ള നോട്ടമാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്താണെന്നറിയോ? അള്ളാഹുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹമാണ്. ഈ രണ്ട് കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആയിൽ യോജിപ്പിച്ചു. ജീവിതത്തിൽ ഒരു തവണ പോലും ഈ ദുആ ഒന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട് സാധിച്ചില്ല എങ്കിൽ എത്ര വലിയ നഷ്ടക്കാരാണ് സഹോദരങ്ങളെ നമ്മൾ. അള്ളാഹുവിനെ കാണാൻ ഒരു തവണ നമുക്ക് ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ദുആ നമ്മൾ പഠിക്കണം. ഈ ദുആ നമ്മൾ പഠിക്കണം. വഅസ്അലുക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖായിക, നിന്നെ കാണുമ്പോഴുള്ള ആസ്വാദനം, നിന്നെ കാണാനുള്ള ആഗ്രഹം, അത് അള്ളാഹിനോടാ ചോദിക്കണത്.